ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എനിക്കുമേടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WWE എലിമിനേഷൻ ചേംബറിലെ കുറച്ച് റെക്കോർഡ്സ് ആണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് പറയുന്നത് 2002 മുതൽ 2024 വരെയുള്ള എലിമിനേഷൻ ചേംബറുകളിലെ മാച്ചുകളും പിന്നെ വെർസലസിന്റെ റെക്കോർഡ്സും അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് റെക്കോർഡ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ 5ാം സ്ഥാനത്തുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നീണ്ടു നിന്നിട്ടുള്ള ഒരു മാച്ച് ഏതാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 2018 എലിമിനേഷൻ ചേംബറാണ്. 40 മിനിറ്റും 15 സെക്കൻഡും ആയിരുന്നു ആ ഒരു മാച്ചിന്റെ ഡ്യൂറേഷൻ. അതിൽ മത്സരിച്ചിട്ടുള്ള വ്യക്തികളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമൻ റെയിൻസ്, ബ്രോൺ സ്ട്രോമാൻ, എലിയാസ്, ഫിൻ ബാലർ, ജോൺ സീന, സെത്ത് റോളിൻസ് ആൻഡ് മിസ്. അതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസ് ആയിരുന്നു. ആ ഒരു എലിമിനേഷൻ ചേംബറാണ് ഏറ്റവും കൂടുതൽ നീണ്ടു നിന്നിട്ടുള്ള ആ ഒരു മാച്ച്. നമ്മൾ ഏറ്റവും കൂടുതൽ നീണ്ടു നിന്നിട്ടുള്ള ആ ഒരു മാച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും കുറവ് നീണ്ടു നിന്നിട്ടുള്ള മാച്ച് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് 2022 എലിമിനേഷൻ ചേംബർ ആയിരുന്നു. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റും 10 സെക്കൻഡും ആയിരുന്നു ആ ഒരു മാച്ചിന്റെ ഡ്യൂറേഷൻ. ആ ഒരു മാച്ചിൽ പങ്കെടുത്ത വ്യക്തികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്ക് ലെസ്നർ, ബോബി ലാഷ്ലി, AJ സ്റ്റൈൽസ്, ഓസ്റ്റിൻ തിയറി, റിഡിൽ ആൻഡ് സെത്ത് ഫ്രീക്കിൻ റോളിൻസ്. ഇവരൊക്കെയാണ് ഈ ഒരു എലിമിനേഷൻ ചേംബറിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ എലിമിനേഷൻ ചേംബർ ജയിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ദി ഗെയിം Triple H ആയിരുന്നു. 4 തവണയാണ് Triple H എലിമിനേഷൻ ചേംബർ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 2003, 2008, 2009 ഈ 4 വർഷങ്ങളായിരുന്നു Triple H എലിമിനേഷൻ ചേംബർ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു റെക്കോർഡ് ഇപ്പോഴും WWE തന്നെ നിലനിൽക്കുന്നു. അടുത്തായിട്ടുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ചേംബറിൽ ഏറ്റവും കൂടുതൽ വട്ടം മത്സരിച്ച വ്യക്തി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, ദി വൈപ്പർ റാൻഡി ഓർട്ടനാണ്. 9 തവണയാണ് റാൻഡി ഓർട്ടൻ എലിമിനേഷൻ ചേംബറിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ വർഷങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2003, 2005, 2010, 2011, 2013, 2014, 2019, 2021 അങ്ങനെ 20 വർഷങ്ങളിൽ റാൻഡി ഓർട്ടൻ എലിമിനേഷൻ ചേംബറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ ആ റെക്കോർഡ് ഇപ്പോഴും റാൻഡി ഓർട്ടൻ തന്നെ. ഈ ഒരു റെക്കോർഡ് റാൻഡി ഓർട്ടന്റെ പേരിലാണ് ഉള്ളത്. വുമൻസിൽ ഏറ്റവും കൂടുതൽ തവണ എലിമിനേഷൻ ചേംബർ അപ്പിയർ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവ് മോർഗൻ ആണ്. 5 തവണയാണ് ലിവ് മോർഗൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഇത് എലിമിനേഷൻ ചേംബറിൽ ഏറ്റവും കൂടുതൽ തവണ എലിമിനേറ്റ് ആക്കിയിട്ടുള്ള വ്യക്തി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, ക്രിസ് ജെറീക്കോ ആണ്. 10 തവണയാണ് ക്രിസ് ജെറീക്കോ എലിമിനേറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി വുമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഷെയ്ന ബേസിലർ ആണ്. 7 തവണയാണ് ഷെയ്ന എലിമിനേറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മളിനി 2002 മുതൽ 2024 വരെയുള്ള എലിമിനേഷൻ ചേംബർ വിജയിച്ചിട്ടുള്ള വ്യക്തിയുടെ പേരാണ് പറയാൻ പോകുന്നത്. അതിൽ 2002 വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഷോൺ മൈക്കിൾസ് ആയിരുന്നു, വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി. 2003 വിജയിച്ചിട്ടുണ്ടായിരുന്നു Triple H ആയിരുന്നു. 2005 വിജയിച്ചിട്ടുണ്ടായിരുന്നു Triple H ആയിരുന്നു. 2006 വിജയിച്ചിട്ടുണ്ടായിരുന്നു ജോൺ സീന ആയിരുന്നു. 2006 ഒരു ECW വേൾഡ് ചാമ്പ്യൻഷിപ്പിനായി ഒരു എലിമിനേഷൻ ചേംബർ നടന്നിരുന്നു. അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബോബി ലാഷ്ലി ആയിരുന്നു. 2008 2 സ്പ്ലിറ്റ് ആകുകയുണ്ടായി. അതായത് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായും WWE ചാമ്പ്യൻഷിപ്പിനായി. അതിൽ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുള്ളത് ദി അണ്ടർടേക്കർ ആയിരുന്നു. WWE ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുള്ളത് Triple H ആയിരുന്നു. പിന്നീട് 2009 WWE ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നു Triple H ആയിരുന്നു. വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത് എഡ്ജ് ആയിരുന്നു. 2010 നോക്കിക്കഴിഞ്ഞാൽ WWE ചാമ്പ്യൻഷിപ്പിനായി എലിമിനേഷൻ ചേംബർ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ജോൺ സീന ആയിരുന്നു. 2010 വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ് ജെറീക്കോ ആണ്. 2011 നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് ആയിരുന്നു അന്നത്തെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത് എലിമിനേഷൻ ചേംബറിൽ. അതിൽ WWE ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത് ജോൺ സീന ആയിരുന്നു. 2012 നോക്കിക്കഴിഞ്ഞാൽ CM Punk ആണ് അന്നത്തെ WWE ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ദി ഡാനിയൽ ബ്രയൻ ആയിരുന്നു. 2013 നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത് ജാക്ക് സ്വാഗർ ആയിരുന്നു. 2014 നോക്കിക്കഴിഞ്ഞാൽ റാൻഡി ഓർട്ടൻ ആയിരുന്നു WWE വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അന്നായിരുന്നു WWE ചാമ്പ്യൻഷിപ്പും വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പും കൂടെ ഒന്നിപ്പിച്ചത്. ഒറ്റ എലിമിനേഷൻ ചേംബർ ആയിട്ടായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. 2017 നോക്കിക്കഴിഞ്ഞാൽ ബ്രേവ് വൈറ്റ് ആയിരുന്നു WWE ചാമ്പ്യൻഷിപ്പിനായി എലിമിനേഷൻ ചേംബർ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 2018 നോക്കിക്കഴിഞ്ഞാൽ
അന്നായിരുന്നു വുമൺസിനും ഒരു എലിമിനേഷൻ ചേംബർ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് അലക്സ ബ്ലിസ് ആയിട്ടായിരുന്നു. അലക്സ ബ്ലിസ് WWE റോ വുമൺസ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോവുകയായിരുന്നു. 2019 നോക്കി കഴിഞ്ഞാൽ ഡാനിൽ ബ്രയൻ ആയിരുന്നു WWE ചാമ്പ്യൻഷിപ്പിനായി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 2020 നോക്കി കഴിഞ്ഞാൽ ഷൈന ബേസിലർ ആയിരുന്നു 2020 വിജയിച്ചിട്ടുണ്ടായിരുന്നത് WWE റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിനായി. 2021 വന്നു കഴിഞ്ഞാൽ ഡാനിൽ ബ്രയൻ ആയിരുന്നു WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പായി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ WWE ചാമ്പ്യൻഷിപ്പിനായി പോയിട്ടുണ്ടായിരുന്നത് ഡ്രൂ മെക്കൻറ്റയർ ആയിരുന്നു 2021. 2022 നോക്കി കഴിഞ്ഞാൽ വുമൺസിൽ ബിയങ്ക ബെലെയർ ആയിരുന്നു 2022 WWE റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിനായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ WWE ചാമ്പ്യൻഷിപ്പിനായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. 2023 നോക്കി കഴിഞ്ഞാൽ ഓസ്റ്റിൻ തിയറി ആയിരുന്നു WWE യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വർഷത്തെ വുമൺസ് എലിമിനേഷൻ ചേംബർ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആസ്ക ആയിരുന്നു റോ വുമൺസ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. 2024 നോക്കി കഴിഞ്ഞാൽ ബെക്കി ലിഞ്ച് ആയിരുന്നു വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ മെൻസിൽ വിജയിച്ചിരുന്നത് ഡ്രൂ മെക്കൻറ്റയർ. സോ ഇത്രയാണ് എലിമിനേഷൻ ചേംബർ തന്നിട്ടുള്ള കുറച്ച് റെക്കോർഡ്സ്. സോ ഞാൻ പറയാൻ വിട്ട കാര്യം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. WWE ഫ്രണ്ട്സിലേക്കുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.